ഇതാരെയും ഏറ്റുമുട്ടുന്നതല്ല, ഇത് സ്നേഹത്തിന്റെ സുവിശേഷമാണ്. ദൈവം തന്നെയാണ് വചനം. വചനം ദൈവമാണ്. വചനം സമം ദൈവം, ദൈവം സമം വചനം. ഈ വചനം മാംസം ധരിക്കും. അങ്ങനെയാണ് കുറ്റവാളികൾ മാനസാന്തരപ്പെടുന്നത്. ലക്ഷക്കണക്കിന് കുറ്റവാളികൾ മാനസാന്തരപ്പെടുന്നു. ഇതെല്ലാം മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ്. ഓരോ ക്രൈസ്തവനും മനുഷ്യരെല്ലാം എത്രത്തോളം ആഴമായി സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ജയിലിലെ കുറ്റവാളികളുടെ ഇടയിൽ കടന്നു ചെന്ന് യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയുമ്പോൾ ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരു കുറ്റവാളി പോലും പാപത്തോടെ നശിച്ച് നരകത്തിൽ പോകാതിരിക്കാൻ ഏതൊരു കടും പാപിക്കും രക്ഷയുണ്ട് എന്നുള്ള സുവിശേഷം പകർന്നു കൊടുക്കുക വഴി നാം എല്ലാം നമ്മുടെ കാഴ്ചപ്പാട് വ്യക്തമാണ്. നമുക്ക് ആരെയും പൊറുക്കാൻ കഴിയില്ല. എല്ലാവരെയും നാം സ്നേഹിക്കും. ഈ കന്യാസ്ത്രീമാർക്കെതിരെ കുറ്റം ആരോപിച്ചവരെ നമ്മൾ സ്നേഹിക്കും. അവരങ്ങനെ പറയാൻ കാരണം ദൈവം സ്നേഹമാണെന്ന് അവർക്കറിയില്ലാത്തത് കൊണ്ട്, ദൈവം സ്നേഹമാണെന്നറിയാത്തത് കൊണ്ട് ഇതുപോലെയൊക്കെ പ്രവർത്തിക്കും. കർത്താവായ യേശു പറഞ്ഞു, നിന്റെ കർണത്തടിക്കുന്നതിന് വലത് കർണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാൻ പറയാൻ കാരണം എന്താ? ഈ സുവിശേഷം ദൈവത്തിന്റെ സ്നേഹമാണെന്നും